നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മലമ്പുഴ ബാണാസുര സാഗർ ഡാമുകൾ തുറന്നു. പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കൊടകരയിൽ കെട്ടിടമിടിഞ്ഞ് വീണ 3 തൊഴിലാളികൾ മരിച്ചു. നാട്ടിലിറങ്ങി വീണ്ടും കാട്ടാനക്കൂട്ടം. അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ ഏക്കർ കണക്കിന് കൃഷിയിടം നശിപ്പിച്ചു. നിലമ്പൂർ വഴിക്കടവിൽ കാട്ടാന വീടിന്റെ ചുമര് തകർത്ത് അരിയും പല വ്യഞ്ജനങ്ങളും നശിപ്പിച്ചു. കൊച്ചി ചിറ്റൂരിൽ 3 നില കെട്ടിടത്തിൽ തീപിടുത്തം. തീപിടിച്ചത് ഹോം തിയേറ്റർ സംവിധാനം ക്രമീകരിക്കുന്നതിനിടെ 30 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമെന്ന് നിഗമനം. ഇടുക്കി പനംകൂട്ടി ചപ്പാത്ത് പാലത്തിൽ നിന്നും യുവാവ് പുഴയിലേക്ക് ചാടി. മുതിരപ്പുഴയിൽ തിരച്ചിൽ തുടരുന്നു. കോഴിക്കോട് വൻ ലഹരിവേട്ട. 1 കിലോ ഹാഷിഷ് ഓയിലും 22 ഗ്രാം MDMAയും പിടിച്ചു. 2 പേർ അറസ്റ്റിൽ. ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി നെയ്യാറ്റിൻകര സ്വദേശി. വിശദമായി നോക്കാം. കാളികാവിൽ നരഭോജി കടുവയ്ക്ക് നേരെ വെടിവെച്ചു. ദൌത്യസംഘത്തിന് നേരെ തിരിഞ്ഞ് കടുവയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. പിന്നാലെ കടുവ ഓടി രക്ഷപ്പെട്ടു. പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. കടുവയ്ക്ക് തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഈ നരഭോജി കടുവയ്ക്ക് വെടികൊണ്ടു എന്ന് ഉറപ്പല്ല. അങ്ങനെയാണെങ്കിൽ അധിക ദൂരം അത് സഞ്ചരിക്കാൻ സാധ്യതയുണ്ടോ? ഭവ്യ, 1 മാസത്തിലേറെ ആയിട്ടുണ്ട് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട്. ഇന്ന് റാവുത്തൻ കാട് ഭാഗത്ത് ദൌത്യസംഘം കടുവയ്ക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നു. അതിനിടെയാണ് കടുവ ദൌത്യസംഘത്തിന് നേരെ ചാടിയത്. തുടർന്ന് പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് കടുവയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുമ്പോൾ സാധാരണ വന്യജീവികളെ വിരട്ടി ഓടിക്കുവാൻ ഉപയോഗിക്കുന്ന തോക്കാണ്. പക്ഷെ അത് ഏറ്റവും അടുത്തു നിന്ന് വെടിവെക്കുമ്പോൾ ആ വെടി കൊണ്ടാൽ അത് കുറച്ചേറെ അപകടകരമായ സാഹചര്യവും തീർക്കും. അതുകൊണ്ട് തന്നെ വെടി കടുവയ്ക്ക് കൊണ്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് കടുവ വനത്തിനുള്ളിലേക്ക് പോയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മഴ അതുപോലെ ഇരുട്ട് വീണ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് രാത്രി ഇനി കടുവയ്ക്കുള്ള തെരച്ചിൽ എത്രമാത്രം നടക്കുമെന്ന് പറയാനാകില്ല. കടുവയുടെ ജീവന് അപകടം വരുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം പമ്പ് ആക്ഷൻ ഗൺ സാധാരണഗതിയിൽ മൃഗങ്ങളുടെ ജീവൻ എടുക്കില്ലെങ്കിൽ പോലും ഏറ്റവും അടുത്തുനിന്ന് വെടിവെക്കുമ്പോൾ ഒരുപക്ഷെ അതിന് അപകട സാധ്യത കൂടുതലാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ ഈ ഒരു മേഖലയിൽ കുറെ കൂടി നടക്കുന്നുണ്ട്. ഇത്രയും ദിവസം കടുവയുടെ കാൽപ്പാടുകൾ പല ഭാഗത്തായി കണ്ടെത്തിയെങ്കിലും കടുവയെ വളരെ അടുത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് റൗത്തൻകാട് ഭാഗത്തു നിന്ന് ദൌത്യസംഘത്തിന് നേരെ കടുവ ചാടി വീഴുകയായിരുന്നു വൈകുന്നേരം ഉണ്ടായത്. തുടർന്നാണ് ഏറ്റവും അടുത്തു നിന്ന് ഈ ഒരു ജീവരക്ഷാർത്ഥം, ആത്മരക്ഷാർത്ഥം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ച് ദൌത്യസംഘം കടുവയെ വെടിവെച്ചിരിക്കുന്നത്. കടുവയുടെ മേൽ ഈ വെടി കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ദൌത്യസംഘം പറയുന്നത്. എന്നാണെങ്കിലും ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ മേഖലയിൽ പുരോഗമിക്കുന്നു. ഈ കടുവയെ വെടിവെച്ചത് ഉൾക്കാട്ടിൽ നിന്നായിരുന്നോ അനുമോദ്? ഇത് ഉൾക്കാടിനോട് ചേർന്നുള്ള മേഖലയാണ്. ഈ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നതും റാവുത്തൻകാട് ഭാഗത്തു നിന്നാണ്. ആ എസ്റ്റേറ്റ് മേഖലയ്ക്ക് മുകളിലായിട്ടുള്ള വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ്. അവിടെ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെ കടുവയുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായും ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് കടുവ ഇത്രയും ദിവസവും ഉണ്ടായിരുന്നത്. കടുവ ആ ഒരു പ്രദേശം അവിടെ ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ പല ഭാഗങ്ങളായിട്ട് തന്നെ കടുവയുടെ കാൽപ്പാടുകൾ ഓരോ ദിവസവും കണ്ടതായിട്ടും പലയിടത്തും സ്ഥാപിച്ച ക്യാമറയിൽ കടുവയെ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കടുവ ആ മേഖലയിൽ തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ ഈ വെടി കൊണ്ട സാഹചര്യത്തിൽ കൂടുതൽ ഉള്ളിലേക്ക് കടുവ പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇവിടെ മഴയും ഇരുട്ട് വീണ സാഹചര്യവും ഇന്നത്തെ തെരച്ചിലിന്
ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അവിടുത്തെ ആളുകൾ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരിക്കും. കാരണം വെടികൊണ്ട സ്ഥിതിക്ക് അത് കുറച്ചുകൂടി അക്രമാസക്തനാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലല്ലേ? അപ്പൊ അതുകൊണ്ട് തെരച്ചിൽ നടത്തിയേ മതിയാകൂ. ആ സാഹചര്യമായിരിക്കും അല്ലേ? വെടികൊണ്ട സാഹചര്യത്തിൽ കടുവ കാടിന് പുറത്തേക്ക് വരികയില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഏതൊരു മൃഗത്തിന്റെയും അതിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പരിക്കേറ്റ് കഴിഞ്ഞാൽ കാടിനുള്ളിലേക്ക് പോകുന്ന ഒരു രീതിയാണ് മൃഗങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വെടികൊണ്ടു എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കടുവ കൂടുതൽ ഉള്ളിലേക്ക് പോകാനാണ് സാധ്യത. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കുറവാണ് എന്ന് വേണം കരുതുവാൻ. ശരി, നന്ദി. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ചിറ്റൂരിൽ 3 നില കെട്ടിടത്തിൽ തീപിടുത്തം. അനിൽകൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഹോം തിയേറ്റർ സംവിധാനം ക്രമീകരിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. വെൽഡിംഗ് മെഷീനിൽ നിന്നും തീ പടർന്ന് തിയേറ്റർ റൂമും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. ക്ലബ് റോഡിൽ നിന്നും ഗാന്ധിനഗറിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ 1.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ കെടുത്തിയത്. 30 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് പ്രാഥമിക വിവരം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ നിന്ന് 4 മരണം. കൊടകരയിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികളും എറണാകുളം മാറാടിയിൽ ഒരാളുമാണ് മരിച്ചത്. പല ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2359.46 അടിയായി. മലമ്പുഴ ബാണാസുര സാഗർ ഡാമുകൾ തുറന്നു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടി പഞ്ചായത്ത് 4-ാം മൈലിൽ കനാലിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പന വലിയ തൊവളാമെട്ട് നെല്ലിക്കൽ വിജയന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനാൽ പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തീരങ്ങളിലേക്കുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലംപൊത്തി 2 പേർക്ക് പരിക്കുണ്ട്. വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ യാത്രയ്ക്കിപ്പോഴും വഞ്ചിയാണ് ആശ്രയം. കനത്ത മഴയിൽ പാലക്കാട് കൊടുന്തിരപ്പുള്ളിയിൽ കളപ്പറമ്പ് സ്വദേശി നിലാവൂർ നിസയുടെ വീടിന്റെ കിണറിടിഞ്ഞു താഴ്ന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട്. കാരശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2359.46 ആണ്. സംഭരണശേഷിയുടെ 53.82%. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ തുറന്നേക്കുമെന്ന് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറിച്ചി സ്വദേശി ആന്റണിയാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ശക്തമായ തിരയിൽ വെള്ളം മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. രാവിലെ പുത്തൻതോപ്പ് കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണാണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായത്. 50 വർഷം പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. 12 അതിഥി തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ കൊടകര ടൗണിലെ 50 വർഷത്തോളം പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് രാവിലെ 6 മണിയോടെ ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും ശക്തമായ മഴയുമാണ് ചെങ്കൽ കൊണ്ട് നിർമ്മിച്ച കെട്ടിടം തകർന്നു വീഴാൻ കാരണമായത്. 12 പേരടങ്ങുന്ന അതിഥി തൊഴിലാളികൾ കെട്ടിടത്തിലുണ്ടായിരുന്നു. ഇവർ രാവിലെ ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോഴായിരുന്നു അപകടം. ഈ സമയം കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റു 9 പേർ ഓടി രക്ഷപ്പെട്ടു. ബംഗാൾ സ്വദേശികളായ 19 വയസ്സുകാരൻ രാഹുൽ, 21കാരൻ രൂപേൽ, 31 വയസ്സുള്ള അലീം എന്നിവർ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. JCB എത്തിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയാണ് 3 പേരെയും പുറത്തെടുത്തത്. ആദ്യഘട്ടത്തിൽ 3 പേർക്കും ജീവനുണ്ടായിരുന്നെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ലേബർ കമ്മീഷണർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. മരിച്ച തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തൊഴിൽ വകുപ്പ് നടപടികൾ കൈക്കൊള്ളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിലമ്പൂർ വഴിക്കടവിൽ കാട്ടാന വീടിന്റെ ചുമര് തകർത്ത് അരിയും പല വ്യഞ്ജനങ്ങളും നശിപ്പിച്ചു. വഴിക്കടവ് ആനമറയിൽ ശ്രീനിവാസന്റെ വീട് നേരെയായിരുന്നു കാട്ടാന ആക്രമണം. വീടിന്റെ ചുവര് തകർത്ത് അകത്തു കടന്ന ആന വീട്ടിലുണ്ടായിരുന്ന അരിയും മറ്റ് പല വ്യഞ്ജന സാധനങ്ങളും നശിപ്പിച്ചു. തലനാരിഴയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. വഴിക്കടവ് മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ.
പാലക്കാട് അട്ടപ്പാടി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം മഞ്ഞച്ചോലയിലും പരിസരങ്ങളിലുമായി 3 കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏക്കർ കണക്കിന് വാഴത്തോട്ടം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കുറവൻപാടിയിലും മേലെ കുറവൻപാടിയിലുമാണ് കൃഷി നശിപ്പിച്ചത്. ആനകളെ തുരത്താൻ വനവകുപ്പ് ശ്രമം തുടരുകയാണ്. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി അടിമാലി ടൗൺ. കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ നിരവധി പേരെയാണ് ആക്രമിക്കുന്നത്. അടിമാലി ടൗണിൽ തമ്പടിച്ചിട്ടുള്ള തെരുവുനായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. കൂട്ടം കൂടുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രക്കാരെ ആക്രമിക്കുന്നതും പതിവാണ്. നമ്മുടെ സംസ്ഥാനത്താകെ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേയളുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. രാത്രികാലങ്ങളിലാണ് നായശല്യം രൂക്ഷം. ടൗണിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന സെസ്ട്രൽ ജംഗ്ഷൻ ഭാഗത്താണ് തെരുവുനായ്ക്കൾ കൂട്ടം കൂടുന്നത്. ദൂരസ്ഥലങ്ങളിലേക്ക് ബസ് കാത്തു നിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാനെത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുമെല്ലാമാണ് ഇവിടെ എത്തുന്നത്. തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി ടൗൺ മാറിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 അടിമാലി. കൊട്ടാരക്കര ടൗണിൽ തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. ഇവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പുലർച്ചെ 5 മണിക്ക് പാലു വാങ്ങാനായി പുറത്തിറങ്ങിയ കൊട്ടാരക്കര സ്വദേശി കുഞ്ഞുമോളെയാണ് തെരുവുനായ ആക്രമിച്ചത്. വീട്ടമ്മയുടെ കാലിൽ കടിച്ച നായ ഭീതി പടർത്തി ഗണപതി ക്ഷേത്ര പരിസരത്തേക്ക് ഓടിപ്പോയി. കടിക്കുമായിരുന്നു, ചാടി കടിക്കുമായിരുന്നു. നൈറ്റി എല്ലാം വലിച്ച് കീറി വെച്ച് കടിക്കുമായിരുന്നു. അങ്ങനെ മുറ്റത്ത് വേറെ ഒരാൾ നിന്ന് ഹെൽമെറ്റ് വെച്ച് അടിച്ചണക്കെ ഒന്നും പോയില്ല. പിന്നെ ഒത്തിരി അടിച്ചണക്കെ അത് പിന്നെ പോയത്. ഗണപതി ക്ഷേത്രത്തിലെ കൊടിമരത്തിന് സമീപം പ്രാർത്ഥിച്ചു നിന്ന ഭക്തനെയും നായ ആക്രമിച്ചു. പള്ളിക്കൽ സ്വദേശി പ്രകാശനാണ് കടിയേറ്റത്. ഇരുവരും കൊട്ടാരക്കര ആശുപത്രിയിൽ ചികിത്സ തേടി. ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഈ കൊട്ടാരക്കര നഗരസഭയിൽ ABC പ്രോഗ്രാം അടിയന്തരമായി നടപ്പാക്കിയേ മതിയാവുകയുള്ളൂ. അതിന്ന് കൗൺസിലുണ്ട്. ആ കൗൺസിൽ ശക്തമായ നിലയിൽ അത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എല്ലാ കൗൺസിലർമാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പദ്ധതി കൊട്ടാരക്കരയിൽ അടിയന്തരമായി നടപ്പാക്കും. പരിഭ്രാന്തി പരത്തി കൊട്ടാരക്കര ചന്തമുക്കിലെത്തിയ തെരുവുനായ കെട്ടിട നിർമ്മാണ തൊഴിലാളി സലീമിനെയും കടിച്ചു. നഗരസഭാ പരിധിയിലെ ABC പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് മണ്ണാർക്കാട് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു. ചങ്ങലേരിയിൽ രാവിലെയായിരുന്നു അപകടം. ഓട്ടോ ഡ്രൈവർ തെങ്ങിങ്ങൽ ഷൌക്കത്തിന് പരിക്കേറ്റു. പന്നി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോ മറിയുകയായിരുന്നു. ഇടുക്കി പനംകൂട്ടിയിൽ പ്രദേശവാസി ചപ്പാത്ത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പനംകൂട്ടി സ്വദേശി കാട്ടുവിളയിൽ ബെന്നി വിൻസെന്റാണ് കുത്തൊഴുക്കുള്ള മുദ്രപ്പുഴ ആറിലേക്ക് എടുത്തു ചാടിയത്. ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടാണ് പോയത്. വെള്ളത്തൂവൽ പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലത്ത് കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. കൊല്ലം കിളികൊല്ലൂർ സ്വദേശി നന്ദ സുരേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വീടിന് സമീപത്തെ റെയിൽവേ ഓടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. സീതയുടെ മരണം കാട്ടാനാക്രമണത്തിൽ അല്ലെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ സംഭവം നടന്ന് 2 ആഴ്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടില്ല. ഇതേ തുടർന്നാണ് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തിരുവനന്തപുരം തോളിക്കോട് ട്രെയിലർ റോഡിലേക്ക് മറിഞ്ഞ അപകടം. ഡ്രൈവർക്ക് പരിക്ക്. മണലിറക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റ ഡ്രൈവർ കുണ്ടറ സ്വദേശിയായ രാഹുലിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
കോതമംഗലത്ത് അമിത വേഗതയിലെത്തിയ KCB വാഹനമിടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. തൃക്കാര്യൂർ സ്വദേശി തങ്കപ്പനാണ് മരിച്ചത്. കീരമ്പാറയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോവുകയായിരുന്ന KCB വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ചേലാട് സെന്റ് സ്റ്റീഫൻ ബസ് ആനിയ ജാക്കോബിറ്റ് പള്ളിക്ക് മുൻപിലായിരുന്നു അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട KCB വാഹനം വൈദ്യുത പോസ്റ്റും വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനവും ഇടിച്ചു തെറിപ്പിച്ചു. കോഴിക്കോട് വീണ്ടും വൻ ലഹരിവേട്ട. 1 കിലോ ഹാഷിഷ് ഓയിലും 22 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായി. കല്ലായി സ്വദേശി എൽഫി ഷാജഹാൻ, ബേപ്പൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് റാസി എന്നിവരാണ് പിടിയിലായത്. മാവൂർ റോഡ് പരിസരത്ത് വെച്ചായിരുന്നു ഇവരെ പിടികൂടിയത്. ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടവുമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി കുടമാറ്റം എന്ന ഏകപാത്ര നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് സുനിൽ കൃഷ്ണ ലഹരിക്കെതിരെ പോരാടുന്നത്. പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായിരുന്നു സുനിൽ കൃഷ്ണ. പിന്നീട് പല കാരണങ്ങളാൽ ഈ രംഗത്ത് തുടരാനായില്ല. ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിയാണ് 26 മിനിറ്റ് നീളുന്ന ഈ ഏകപാത്ര നാടകം. സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ വിവിധ സംഘടനകൾ നൽകിയ 100-ലധികം വേദികളിൽ ഇതിനോടകം നാടകം അവതരിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മുറി കൈകൾ വരയ്ക്കുന്നു. ആരെങ്കിലും ഒരു ഒരു ഡ്രോപ്പ് പ്ലീസ്. ഒരു വലിയ വിപത്താണ് ലഹരി മയക്കുമരുന്ന്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു തീരുമാനമാണ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള കുടമാറ്റം എന്ന ഈ കലാസൃഷ്ടി. ആ ഒരു തീരുമാനത്തിലിട്ട് വരികയും ഞാനത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. കുടുംബ പശ്ചാത്തലത്തിലൂടെ കഥ പറയുന്നതാണ് ഏകാംഗ നാടകം. നാടകകൃത്ത് ബാബു പള്ളാശ്ശേരിയുടേതാണ് രചന. സംവിധായകൻ കാരോട് ജയചന്ദ്രനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കിളിയൂർ കിഷോറാണ് പശ്ചാത്തല സംഗീതം. മനുഷ്യന്റെ രക്തത്തില് ഇത്രയും ലഹരി ഉണ്ടായിരുന്നോ? ഈ രാസലഹരിക്കെതിരെ എങ്ങനെ ഈ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്താം എന്ന ചിന്തയിൽ നിന്നുമാണ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഏകപാത്ര നാടകം സൃഷ്ടിച്ച് രംഗത്ത് അവതരിപ്പിക്കാൻ തയ്യാറായത്. നാടകം എന്ന കലാരൂപം മനുഷ്യ മനസ്സിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ടാണ് ഈ സൃഷ്ടി ഞങ്ങൾ രാസലഹരിക്കെതിരെ ഒരു പോരാട്ടമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കലാവിഷ്കാരത്തിലൂടെ ലഹരി ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സുനിലിന്റെ പക്ഷം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം പുനലൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. ചെമ്മന്തൂർ കടുവാക്കുഴി സ്വദേശി ബിനീഷാണ് അറസ്റ്റിലായത്. ഇയാൾ നഗ്നചിത്രങ്ങൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അയച്ചു നൽകിയിരുന്നു. തുടർന്ന് പുനലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോക്സോ IT ആക്ടുകൾ പ്രകാരമാണ് കേസ്. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ വീട്ടിൽ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ സന്ദർശിച്ചു. ആശിർ നന്ദ പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളും സന്ദർശിച്ചു. മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആശിർ നന്ദയുടെ തച്ചനാട്ടുകരയിലെ വീട്ടിലാണ് ബാലാവകാശ കമ്മീഷൻ എത്തിയത്. മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. നിരവധി CBSE സ്കൂളുകളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് KV മോഹൻകുമാർ. കൃത്യമായിട്ട് ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും.
സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലും കമ്മീഷൻ പരിശോധന നടത്തി. പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം പോലീസ് പരിശോധിക്കും. മാത്രമല്ല, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മൊഴിയും രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ആശിർ നന്ദയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്ന 2 അധ്യാപകരെ കൂടി പുറത്താക്കിയിരുന്നു. മാർക്ക് കുറഞ്ഞതിൽ അധ്യാപകരുടെ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് ആശിർ നന്ദ ആത്മഹത്യ ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. വടക്കഞ്ചേരിയിൽ അനധികൃത വെടിക്കെട്ട്. പാലക്കാട് ചെറുകണ്ണമ്പ്ര ശ്രീ പള്ളിയാറ ക്ഷേത്രത്തിലാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത്. പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ടായിരുന്നു വെടിക്കെട്ട്. വെടിക്കെട്ടിന് അനുമതി നൽകിയിട്ടില്ലെന്ന് തഹസിൽദാറും റവന്യൂ വകുപ്പും അറിയിച്ചു. കിലോമീറ്ററുകളോളം പ്രകമ്പനമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വെടിക്കെട്ട് നടന്നിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയുടെ കഴുത്തിൽ കത്തിവെച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ മണിക്കൂറുകൾക്കകം പ്രതിപിടിയിൽ. കരിവെള്ളൂർ കൂക്കാനത്തെ രാജേന്ദ്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്നൂർ കൊരവയലിലെ സാവിത്രിയെ കത്തിമുനയിൽ നിർത്തി മാലയും കമ്മലും കവർന്നു. 2 മാസം മുൻപ് മരം മുറിക്കാൻ എത്തിയ സംഘത്തിൽ രാജേന്ദ്രനും ഉണ്ടായിരുന്നു. ഭർത്താവ് രവീന്ദ്രൻ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയാൽ പകൽ സാവിത്രി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് രാജേന്ദ്രൻ കവർച്ച ആസൂത്രണം ചെയ്തത്. ആളെ തിരിച്ചറിയാതിരിക്കാനായി മഴക്കോട്ട് ധരിച്ചാണെത്തിയത്. രാജേന്ദ്രനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,985, പവൻ 71,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,405, പവൻ 59,240. വെള്ളി ഗ്രാമിന് 118, കിലോയ്ക്ക് 1,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു. സകലമാന കേരളം. നമസ്കാരം.